ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടുത്തെ SFIൻ്റെ യൂണിറ്റ് സെക്രട്ടറി തന്നെ ചേരുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ഇവിടെ? അതിയൊരു കാര്യം തിരുത്തമുണ്ട്. ആദ്യം പറയുന്നത് വെച്ചാൽ ABP ആണ് ഇവിടെ യൂണിയൻ ഭരിക്കുന്നതെന്നാണ്. ഒരിക്കലും അല്ല, ABP അല്ല ഇവിടെ യൂണിയൻ ഭരിക്കുന്നത്. ഓക്കെ, ഇവിടെ SFIയും ABPയും ചേർന്നാണ് യൂണിയൻ ഭരിക്കുന്നത്. കാരണം മൂന്ന് സീറ്റ് വെച്ചാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഏത് പരിപാടി നടത്തണമെങ്കിലും SFIക്കാരോട് അനുവാദം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ SFIക്കാരോട് ആലോചിച്ചിട്ട് മാത്രമേ രണ്ട് പാർട്ടിക്കാർ ഒപ്പിട്ടാൽ മാത്രമേ ഇവിടെ പരിപാടി നടക്കൂ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇന്നത്തെ സ്പോർട്സിൻ്റെ സമ്മാനദാന ചടങ്ങായിരുന്നു. അപ്പോൾ ഇന്നലെ വരെയും ഇവിടെ ഞങ്ങളടുത്ത് ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഇവിടുത്തെ നമ്മുടെ പ്രിൻസിപ്പാൾ സജീവ് സാറായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സാറാണ് സമ്മാനദാനം എല്ലാം നിർവഹിക്കുന്നതെന്നാണ്. എന്നാൽ നമ്മളിന്ന് അപ്രതീക്ഷിതമായി നമ്മൾ രാവിലെ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ അവർക്കുള്ള സ്ഥാനാർത്ഥി വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഈ പ്രിൻസിപ്പാൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യൂണിയൻ മെമ്പേഴ്സ് 6 പേരും ചേർന്നെടുത്ത തീരുമാനമാണ്, അല്ലാതെ ABP മാത്രം എടുത്ത തീരുമാനമല്ല. ഇവിടുത്തെ SFIക്കാരും കൂടെ ചേർന്നെടുത്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രി ഒന്ന് വെളുത്തപ്പോഴത്തേക്കും അവരുടെ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നൊരു പ്രവണത നമ്മൾ കണ്ടു. കാരണം ഞങ്ങളെ 3 യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്. ഇതാണ് സംഘർഷത്തിലേക്ക് ഞങ്ങളുടെ 3 യൂണിയൻ മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ആരടുത്തും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കൃഷ്ണകുമാറാണോ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഒന്നും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രിൻസിപ്പാളെന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ വരെ ഇവിടെ ഇരിക്കുന്നത്. രാവിലെ ഇവിടെത്തി വരുമ്പോഴത്തേക്കും സംഗതിയെല്ലാം മാറി കിടക്കുന്നു. കാരണം കുറേ കൊടിതോരണങ്ങളുമായിട്ട് ഒരു 10-30ഓളം വരുന്ന ലോക്കൽസ് എന്നല്ല, ഒരു ഗുണ്ടാളെന്ന് തന്നെ പറയണം. കാരണം അവരെ വായിന്ന് വരുന്നതും അവർ ഞങ്ങളെ വിദ്യാർത്ഥികളെ ചെയ്തതും ഇവിടെ ഞങ്ങളുടെ അതിലെല്ലാം വീഡിയോ കിടപ്പുണ്ട്. അതിനെതിരെയുള്ള കേസായിട്ട് ഞങ്ങൾ പോകും. അപ്പോഴത്തേക്കും ഇന്നിവിടെ കണ്ടത് 30ഓളം വരുന്ന അവിടുത്തെ ലോക്കൽസ് BJP പ്രവർത്തകർ സംഘർഷത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സംഘർഷത്തിലേക്ക് എത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾ തടയാൻ നിൽക്കുമായിരുന്നു. കാരണം കൃഷ്ണകുമാറിനല്ല, നമുക്ക് വോട്ട് ചോദിക്കുന്നെങ്കിൽ ചോദിക്കാം, സമ്മാനദാനം നിർവഹിക്കാൻ പറ്റത്തില്ല. കാരണം സമ്മാനദാനം ഞങ്ങളെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാളെന്നാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. വോട്ട് ചോദിക്കുന്നത് ചോദിച്ചോ, സമ്മാനദാനം നിർവഹിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് നമ്മൾ തടഞ്ഞത്. അപ്പോഴത്തേക്കും കുറേ BJP പ്രവർത്തകർ വരിക, നമ്മൾ അസഭ്യം പറയുക, ഞങ്ങളെ ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ട്. തെറി വിളിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ അടിക്കുകയും, ഞങ്ങളൊരു വിദ്യാർത്ഥി ഇപ്പം തലയ്ക്ക് പരിക്കേറ്റ് ഇവിടുത്തെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി ഇടിവള വെച്ച് തലക്കിടിച്ചിട്ട് ഇപ്പം പരിക്കായിട്ട് ചീരങ്കാവ് ESI ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് ഞങ്ങളൊരു വിദ്യാർത്ഥി. അപ്പോൾ അക്രമം നടത്തിയത് ആരാധന ഇവിടുത്തെ വീഡിയോ കാണുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം. ഞങ്ങൾ അതിനെ തടയാൻ നിൽക്കും. അതേപോലെ തന്നെയാണ് ഞങ്ങളെ 2 സാറുമാരെ, ഞങ്ങളെ വെൽഡറിലൊരു സാറിനെയും ഞങ്ങളെ കോപ്പയിലൊരു സാറിനെയും മർദ്ദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായി. സാറന്മാരെ ഉൾപ്പെടെ വിടാതെ തല്ലിക്കുമായിരുന്നു ഇവിടെ BJPക്കാരെ ചെയ്തുകൊണ്ടിരുന്നത്. BJPക്കാരാണ് മർദ്ദനം ഉണ്ടായത്. BJPക്കാരാണ് മർദ്ദനം. BJP യുവമോർച്ച അവർക്കുള്ള പോഷക സംഘടനകളാണ് ചെയ്തത്.